സുഖമാണോ? സുഖമാണ്. ഏറ്റവും പുതിയ സിനിമ റിലീസായ സിനിമയാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാണ് ഈ സിനിമ കണ്ടത്. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചവർക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുഖമാണോ സുഖമാണ് എന്നുള്ളത്. ജീവിതത്തിൽ നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം പല കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ ഉള്ളവർക്ക് വലിയ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുഖമാണോ സുഖമാണ് എന്നുള്ളത്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളത്, പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളത്. അതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ചില സമയത്തൊക്കെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് സിനിമയുടെ പ്രമേയമായിട്ട് വരുന്നത്. അരുൺ രാമചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല ഒരു തീമായിരുന്നു സിനിമയുടേത്. മരണപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന നായകൻ. അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഉണ്ടാകുന്ന അവൻ്റെ ഒറ്റപ്പെടലിന് അവൻ്റെ ബന്ധുക്കളായിട്ട് ഈ മരിച്ചവർ വരുന്നതും മറ്റുമൊക്കെയാണ് സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ടുന്നത് നായകനായ തിയോ ആയിട്ട് വരുന്ന മാത്യുവിനാണ്. മാത്യു വളരെ മനോഹരമായിട്ട് ഈ കഥാപാത്രം ചെയ്തു. മാത്യുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ട് ഇതിനെ പറയാൻ പറ്റും. തിയോ എന്ന ചെറുപ്പക്കാരൻ ഏകാന്തത അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അതിനൊരു കാരണമുണ്ട്, ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഈ സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുല്യ റോളിൽ ജഗദീഷ് ഏട്ടൻ വരുന്നുണ്ട്. ജഗദീഷ് ഏട്ടൻ്റെ കഥാപാത്രം ഒരു രക്ഷയുമില്ല കേട്ടോ. അദ്ദേഹം എന്ത് വെർസറ്റൈൽ ആയിട്ടുള്ള ആക്ടറാണെന്ന് നമുക്ക് ഈ സിനിമയിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. മകനുമായിട്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമൊക്കെ കാണുമ്പോൾ ജഗദീഷ് ഏട്ടനെ മലയാള സിനിമയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലമാണ്, ജഗദീഷ് ഏട്ടൻ്റെ കാലമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് സ്ഫടികൻ ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ആദ്യ പകുതിയിൽ വരുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ സ്ഫടികൻ ജോർജും മറ്റുള്ളവർ നോബി ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോയി എന്ന് ചെറിയ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടുന്നത് നായികയായി വന്ന ദേവിക സഞ്ജയ് വളരെ ക്യൂട്ടായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഗാനങ്ങളെല്ലാം സിനിമയുമായി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണുള്ളത്. മണിക്കുട്ടൻ ചെറിയൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. കുറേ താരങ്ങളുണ്ട്. ഇവരെല്ലാവരും അവരവരുടെ റോള് ഭംഗിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് അനാവശ്യമാണ്, ചില സീനുകളൊക്കെ അനാവശ്യമാണെന്ന് തോന്നുമെങ്കിലും മൊത്തത്തിൽ സിനിമ ഒരു ഫീൽ ഗുഡ് ശ്രേണിയിൽ പെടാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫീൽ ഗുഡായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഇതുപോലുള്ള സിനിമകൾ ഇപ്പോൾ കുറേ സിനിമകൾ അടുത്തടുത്ത് പ്രകമ്പനമായാലും സർവമായ ഈ സിനിമയായാലും ഇതെല്ലാം ഗോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രേതവുമായി ബന്ധപ്പെട്ട വരുന്ന സിനിമകൾ അടുത്തടുത്ത് വരുന്നു എന്നുള്ളൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ എല്ലാം കാണുമ്പോൾ ഒരേപോലെ ഓരോ ശ്രേണിയിലുള്ള പടങ്ങൾ ഒരുമിച്ചിറങ്ങുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു ഫ്രഷ്നെസ് പോയി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഈ സിനിമ കണ്ടതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ കേൾക്കാനായിട്ട് നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മളും ചെയ്യണം എന്നൊരു സന്ദേശം കൂടി ഈ സിനിമ തരുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൽ വന്ന് ഫീൽ ഗുഡായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ക്ലൈമാക്സ് മാത്രമാണ് എനിക്കിത്തിരി കുറച്ചുകൂടെ നന്നാക്കാമായിരുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഫീൽ ഗുഡിൽ തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. സിനിമ എനിക്ക് വലിയ രീതിയിൽ കണക്റ്റ് ആവുകയും ഏകാന്തത അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു സിനിമ തന്നെയാണിത്. സിനിമ കണ്ട് ആസ്വദിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.